നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു പുതിയ ടോപ്പിക്ക് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2023 ഡിസംബറിൽ പ്രഖ്യാപിച്ച നാഷണൽ ഫിലിം അവാർഡ്സ്, ദേശീയ സിനിമാ പുരസ്കാരങ്ങൾ 69. 69ാമത്തെ നാഷണൽ ഫിലിം അവാർഡ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ, മികച്ച നടൻ ആരാണ്? ഈ 69 എന്ന് പറഞ്ഞ നമ്പർ മറന്നു പോകരുത്. ദേശീയ സിനിമാ പുരസ്കാരം 69. മികച്ച നടൻ ആരാടേ? അത് അല്ലു അർജുനാണ്. അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് അല്ലേ. പുഷ്പ എന്ന് പറഞ്ഞ മൂവിയിൽ അല്ലു അർജുനാണ് ഏറ്റവും മികച്ച നടനായിട്ടുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഏറ്റവും മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അല്ലു അർജുനാണ്. ആ സമയത്തെ മറ്റേ ശ്രീവല്ലി പാട്ടും ഇല്ലേ, സാമി സാമി എന്ന് പറഞ്ഞുള്ള പാട്ടും ഒക്കെ വളരെ ഫേമസ് ആയിരുന്നു. അപ്പോൾ മറക്കാൻ ആർക്കും ചാൻസ് ഇല്ല. ഇപ്രാവശ്യം 69 2023 ഡിസംബറിലാണ് പ്രഖ്യാപിച്ചത്. മൂവി ഏതാണ്? പുഷ്പയാണ്. പുഷ്പയിലെ അഭിനയത്തിന് അല്ലു അർജുൻ. മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആരാണ്? ആലിയ ഭട്ട് അല്ലേ. ബോളിവുഡ് നടിയായിട്ടുള്ള ആലിയ ഭട്ടാണ് മികച്ച നടിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഏത് സിനിമയുടെ അഭിനയത്തിനാണ്? ഗംഗൂഭായി കത്തിയവാടി. ഗംഗൂഭായി കത്തിയവാടി. ഒരാൾക്കും കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കൃതി സനോൺ. മിമി എന്ന ചിത്രത്തിന് കൃതി സനോണിനും മികച്ച നടി എന്നുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കാണ് മികച്ച നടി എന്ന പുരസ്കാരം ലഭിച്ചത്. ഒന്ന് ഗംഗൂഭായി കത്തിയവാടി എന്ന ചിത്രത്തിനുള്ള അംഗീകാരമായിട്ട് ആലിയ ഭട്ടിനും മിമി എന്ന ചിത്രത്തിന് കൃതി സനോണിനും. മിമി എന്ന ചിത്രത്തിന് കൃതി സനോണിനും. അപ്പോൾ ഗംഗൂഭായി കത്തിയവാടി എന്നുള്ളത് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു അല്ലേ. മുംബൈയിലെ തന്നെ ചേരികളിലെ അല്ലേ, അതായത് സെക്ഷൽ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റായിട്ട് അവിടുത്തെ കുട്ടികളുടെ പഠനത്തിനുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റും കൂടെയാണ് ഗംഗൂഭായി കത്തിയവാടി. കൃതി സനോണിന് മിമി എന്ന ചിത്രത്തിൽ ലഭിച്ചത്, മിമി ആ ഒരു അമ്മ അല്ലേ, അവിവാഹിതമായിട്ടുള്ള ഒരു അമ്മയുടെ കഥ പറയുന്ന ഒരു പടമാണ് കൃതി സനോണിൻ്റെ മിമി. അപ്പോൾ മികച്ച നടനാണ് അല്ലു അർജുൻ. പുഷ്പ അല്ലേ, പുഷ്പയിലെ അഭിനയത്തിന് അല്ലു അർജുനാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മികച്ച നടിയായിട്ട് 2 പേർക്ക് പുരസ്കാരം ലഭിച്ചു. ആർക്കൊക്കെയാണ് അത്? ആലിയ ഭട്ട്. ഗംഗൂഭായി കത്തിയവാടി എന്ന ചിത്രത്തിന് ആലിയ ഭട്ടിനും കൃതി സനോൺ മിമി എന്ന ചിത്രത്തിലെ പുരസ്കാരമായിട്ട് കൃതി സനോണിനും മികച്ച നടിയായിട്ടുള്ള പുരസ്കാരം ലഭിച്ചു. മികച്ച സംവിധായകൻ ആരാണ്? അത് നിഖിൽ മഹാജൻ. മഹാനായിട്ടുള്ള സംവിധായകർക്കല്ലേ നമുക്ക് മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് കിട്ടത്തുള്ളൂ. അപ്പം മികച്ച സംവിധായകൻ ആരാണ്? അതിലൊരു മഹാൻ എന്നൊക്കെ ആലോചിക്കാം അല്ലേ. അപ്പം നിഖിൽ മഹാജൻ. ചിത്രം ഗോദാവരി. ചിത്രം ഗോദാവരി, അതായത് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കൊക്കെ പറഞ്ഞൊരു ചിത്രമാണ് ഗോദാവരി കേട്ടോ. അപ്പോൾ ഗോദാവരി മറാഠി ചിത്രമാണ്. മറാഠി ചിത്രമാണ്. മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ലാംഗ്വേജ് ആണ് അല്ലേ മറാഠി. അപ്പം മറാഠി ചിത്രമാണ് ഏതടെ? ഗോദാവരി. നിഖിൽ മഹാജനാണ് മികച്ച സംവിധായകൻ. മികച്ച സംവിധായകൻ ആരാണ്? നിഖിൽ മഹാജൻ. മഹാനായ ഒരാൾക്കാണ് ഈ 69th നാഷണൽ അവാർഡ് കിട്ടിയതെന്ന് ഓർത്താൽ മതി. ഇനി സഹനടൻ ആരാണ്? അത് പങ്കജ് ത്രിപാഠി. പങ്കജ് ത്രിപാഠി മിമി എന്ന ചിത്രത്തിന് തന്നെയാണ് മികച്ച സഹനടൻ. ഈ പങ്കജ് ത്രിപാഠിയുടെ കാര്യം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ. എന്താണ് ഈ പങ്കജ് ത്രിപാഠിയുടെ പ്രത്യേകത? മുൻപ് ഇപ്പോൾ ഉള്ള നമ്മുടെ നാഷണൽ ഇലക്ഷൻ്റെ ഐക്കണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന സച്ചിനാണ്. മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ആര്? പങ്കജ് ത്രിപാഠി. മുമ്പ് ഇലക്ഷൻ്റെ ഒരു ഐക്കണായിട്ട്, നമ്മുടെ മുമ്പ് നടന്ന ഒരു ഇലക്ഷൻ്റെ ഐക്കണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരുന്നു ആക്ടറായിരുന്നുള്ള പങ്കജ് ത്രിപാഠി. പങ്കജ് ത്രിപാഠിക്ക് മിമി എന്ന ചിത്രത്തിനുള്ള പ്രകടനത്തിന് മികച്ച സഹനടനായിട്ടുള്ള പുരസ്കാരം ലഭിച്ചു. പങ്കജ് ത്രിപാഠി. സഹനടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പല്ലവി ജോഷി. ഏത് ചിത്രത്തിനുള്ള പ്രകടനത്തിന് വേണ്ടിയിട്ടാണ്? കാശ്മീർ ഫയൽസ്. കാശ്മീർ ഫയൽസ് വളരെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു മൂവിയായിരുന്നു അല്ലേ കാശ്മീർ ഫയൽസ്. കാശ്മീർ ഫയൽസിലെ പ്രകടനത്തിന് പല്ലവി ജോഷിക്കാണ് നമ്മുടെ സഹനടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. സഹനടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്? പല്ലവി ജോഷിയാണ്. ഏത് സിനിമയിലെ പ്രകടനത്തിനാണ്? കാശ്മീർ ഫയൽസ്. കാശ്മീർ ഫയൽസ് നമ്മുടെ കശ്മീരി പണ്ഡിറ്റ്സിൻ്റെ പലായനവും അവിടുത്തെ കൂട്ടക്കുരുതിയെ പറ്റിയൊക്കെ പറയുന്നൊരു മൂവിയാണ്. അപ്പം മികച്ച നടൻ ആരാടെ? അല്ലു അർജുൻ. പുഷ്പ.
പുഷ്പ എന്ന മൂവിക്ക് അല്ലു അർജുൻ. മികച്ച നടിമാരാരൊക്കെയാണ്? 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ആലിയ ഭട്ടും കൃതി സനോണും. ആലിയ ഭട്ടിന് ഗംഗുഭായ് കാത്തിയവാടിക്കും കൃതി സനോണിന് മിമി എന്ന ചിത്രത്തിന്. മികച്ച സംവിധായകൻ ആരാണ്? മഹാനായ ഒരാളാണ്, നിഖിൽ മഹാജൻ. മറാഠി ചിത്രം ഗോദാവരി. സഹനടൻ ആരാണ്? പങ്കജ് ത്രിപാഠി. പങ്കജ് ത്രിപാഠിയെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ, ഒരിക്കൽ ഇലക്ഷൻ ഐക്കണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. മിമി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് സഹനടനായിട്ട് കിട്ടി. സഹനടി ആരാണ്? പല്ലവി ജോഷി, കാശ്മീർ ഫയൽസ് എന്ന ചിത്രത്തിൽ. ഇനി മികച്ച നവാഗത സംവിധായകൻ. നവാഗത സംവിധായകർക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ്? ഇന്ദിരാഗാന്ധി പുരസ്കാരം. നാഷണൽ ഫിലിം അവാർഡ്സിൽ നവാഗതരായിട്ട് പുതിയതായിട്ട് വരുന്ന സംവിധായകർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. അതിൽ പുതുതായിട്ട് വരുന്നവരിൽ ഏറ്റവും മികച്ച സംവിധായകന് കൊടുക്കുന്ന പുരസ്കാരമാണ് ഇന്ദിരാഗാന്ധി പുരസ്കാരം. ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ മലയാള സിനിമ മേപ്പടിയാന് വിഷ്ണു മോഹൻ. ഓക്കെ, നമ്മൾ ഇപ്പോൾ അമ്പലത്തിലൊക്കെ ആണെങ്കിലും വിഷ്ണുവിനെ മുകളിലുള്ള പടിയിലല്ലേ വെക്കുക അല്ലേ? അപ്പം അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാം. മേപ്പടിയാൻ സംവിധാനം ചെയ്തത് ആരാണ്? വിഷ്ണു മോഹൻ. ഇതൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നേ ഉള്ളൂ. ഓർമ്മയുള്ളവർക്ക് കുഴപ്പമില്ല, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. ഓക്കെ, മേപ്പടിയാൻ സംവിധാനം ചെയ്തത് ആരാണ്? വിഷ്ണു മോഹൻ. മേപ്പടിയാൻ, മേപ്പടിയിൽ വിഷ്ണു വെച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ആ ഒരു സിനിമ പേര് കേൾക്കുമ്പോഴേ വിഷ്ണു മോഹൻ എന്നുള്ള ആ ഒരു പേര് ഓർമ്മ വരും. ഓക്കെ, അപ്പം മികച്ച സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ഒരു മലയാള സിനിമ സംവിധാനം ചെയ്ത വിഷ്ണു മോഹനാണ്. മേപ്പടിയാൻ എന്ന മൂവിക്ക് വിഷ്ണു മോഹൻ. ഇനി മികച്ച ജനപ്രിയ ചിത്രം, വളരെ സൂപ്പർ ഹിറ്റായിട്ടുള്ളൊരു മൂവിയാണല്ലേ RRR. പ്രത്യേകത വേറെ എന്തെങ്കിലും ഉണ്ടോ? RRRന്റെ നാട്ടു നാട്ടു എന്ന് പറഞ്ഞൊരു സോങ്ങിന് എന്താ പറയുക, തദ്ദേശീയമായിട്ടുള്ള സോങ്ങിന് ഓസ്കാർ കിട്ടിയിട്ടുണ്ട് അല്ലേ, ഗോൾഡൻ ഗ്ലോബൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് RRRന്റെ പ്രത്യേകം. മികച്ച ജനപ്രിയ ചിത്രമായിട്ട് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? RRR ആണ്. സംവിധാനം ചെയ്തിരിക്കുന്ന ആരാണ്? രാജമൗലി. ഓക്കെ, അന്ന് ഓസ്കാർ വാങ്ങാൻ പോയത് ആരൊക്കെയാണ്? രാം ചരണും രാജമൗലിയും കൂടെ പോയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഓസ്കാർ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ അതിനെ പറ്റി. ഓക്കെ, അപ്പോൾ മികച്ച ജനപ്രിയ ചിത്രം RRR ആണ്. രാജമൗലിയാണ് സംവിധാനം ചെയ്തത്. ഇനി മികച്ച ചിത്രം, ജനപ്രിയ ചിത്രമാണ് RRR. മികച്ച ചിത്രം ഏതാണ് എഴുതിയത്? റോക്കറ്റ്രി ദ നമ്പി എഫക്റ്റ്. റോക്കറ്റ്രി ദ നമ്പി എഫക്റ്റ് എന്താണ്? നമ്മുടെ പ്രശസ്ത ISRO സയൻറ്റിസ്റ്റ് ആയിരുന്ന നമ്പി നാരായണൻ്റെ ജീവിതകഥ, ബയോപിക്കാണ് അല്ലേ. നമ്പി നാരായണൻ്റെ കഥ പറയുന്ന ഒരു മൂവിയാണ് റോക്കറ്റ്രി ദ നമ്പി എഫക്റ്റ്. അതിൽ അഭിനയിച്ചത് മാധവനാണ്. നമ്പി നാരായണനായിട്ട് അഭിനയിച്ചത് ആരാണ്? മാധവൻ. ഇനി സ്പെഷ്യൽ ജൂറി അവാർഡ് നമ്മുടെ ഇന്ദ്രൻസിനാണ് ലഭിച്ചത്. ഹോം എന്ന് പറഞ്ഞിട്ടുള്ള വളരെ നല്ല പ്രകടനമായിരുന്നു അല്ലേ. അപ്പോൾ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആർക്ക്? ഇന്ദ്രൻസിന്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നമ്മുടെ PSCക്ക് ഇഷ്ടമാണ്. അപ്പോൾ സ്പെഷ്യൽ ജൂറി അവാർഡ് ശ്രദ്ധിച്ചുള്ള ഇന്ദ്രൻസിനാണ് കിട്ടിയത്. ഇനി മികച്ച അനിമേഷൻ ചിത്രം, മികച്ച അനിമേഷൻ അതുപോലെ തന്നെ നോൺ ഫീച്ചർ വിഭാഗത്തിൽ കിട്ടിയത് ആർക്കാണ്? കണ്ടിട്ടുണ്ട്. ഓക്കെ, മികച്ച അനിമേഷൻ അഥവാ നോൺ ഫീച്ചർ ചിത്രം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അനിമേഷനൊക്കെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു പുറത്ത് നോൺ ഫീച്ചർ ആയിട്ടുള്ള ഏതെങ്കിലും അതിഥിമാർ വന്നിട്ട് ചോദിക്കുകയാണ് ഇല്ല കുട്ടികളുടെ അടുത്ത് ഏത് അനിമേഷൻ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അനിമേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കുട്ടികളാണ് കാണുക അല്ലേ. അപ്പോൾ അനിമേഷൻ ചിത്രം കുട്ടികളോട് ഏത് അനിമേഷൻ ചിത്രം വന്ന് കുട്ടികളുടെ അടുത്ത്, നമ്മൾ കുട്ടികളായിരുന്നപ്പോഴും അതെ അനിമേഷൻസ് എല്ലാം വന്നു കഴിഞ്ഞാൽ അപ്പം ഇരുന്ന് കാണുമായിരുന്നു അല്ലേ. അപ്പോൾ അനിമേഷൻ ചിത്രങ്ങൾ എപ്പോഴും കുട്ടികൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെന്ന് പറയുള്ളൂ. ഓക്കെ, അപ്പം മികച്ച അനിമേഷൻ ചിത്രം ഏതാണ്? കണ്ടിട്ടുണ്ട്. അത് സംവിധാനം ചെയ്തത് അതിഥി കൃഷ്ണദാസ്. ഓക്കെ, ആരാണ്? അതിഥിയാണ് വന്നിട്ട് ചോദിക്കുന്നത് അല്ലേ, ഈ അനിമേഷൻ കണ്ടിട്ടുണ്ടോ? അപ്പോൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, മികച്ച അനിമേഷൻ ചിത്രം നോൺ ഫീച്ചർ വിഭാഗത്തിൽ കണ്ടിട്ടുണ്ട്. അതും മലയാളം ചിത്രമാണ്, ശ്രദ്ധിക്കുക. അതിൻ്റെ സംവിധാനം ചെയ്തത് കണ്ടിട്ടുണ്ട്, സംവിധാനം ചെയ്തത് അതിഥി കൃഷ്ണദാസ്. ഇനി മികച്ച ഓഡിയോഗ്രാഫി ചവിട്ട് എന്ന മലയാളം ചിത്രത്തിനാണ്. മികച്ച ഓഡിയോഗ്രാഫി എന്തിനാണ്? ചവിട്ട്. അപ്പോൾ നമ്മൾ മികച്ച നടൻ അല്ലു അർജുനാണെന്ന് പറഞ്ഞു, മികച്ച നടി ആലിയ ഭട്ടും കൃതി സനോണുമാണെന്ന് പറഞ്ഞു, മികച്ച സംവിധായകൻ ആരാണ്? നിഖിൽ മഹാജൻ ആണെന്ന് പറഞ്ഞു, സഹനടൻ പങ്കജ് ത്രിപാഠി, സഹനടി പല്ലവി ജോഷി. ഇനി നാഷണൽ ഫിലിം അവാർഡ്സിലെ മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് ലഭിച്ചത് ആർക്കാടെ? അത് മേപ്പടിയാൻ എന്ന ചിത്രത്തിന് വിഷ്ണു മോഹന്. ഇനി മികച്ച ജനപ്രിയ ചിത്രമോ? ജനപ്രിയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഹിറ്റായ ചിത്രം ഓർത്ത് വയ്ക്കുക, RRR അല്ലേ, രാജമൗലി. ഇനി മികച്ച ചിത്രം ഏതാണ്? അത് റോക്കറ്റ്രി ദ നമ്പി എഫക്റ്റ്.
അതിൽ അഭിനയിച്ച ആളാണ് മാധവൻ. ഇനി സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചത് ഇന്ദ്രൻസിനാണ്, ഹോം എന്ന ചിത്രത്തിനാണ്. ഇനി മികച്ച അനിമേഷൻ ചിത്രം, കുട്ടികളെല്ലാം അനിമേഷൻ എപ്പോൾ ചോദിച്ചാലും എന്ത് പറയും? കണ്ടിട്ടുണ്ട്. അപ്പോൾ അദിതി കൃഷ്ണദാസ് ആണ് സംവിധാനം ചെയ്തത്. മികച്ച ഓഡിയോഗ്രഫി ആർക്കാണ്? അത് ചവിട്ട് എന്ന മൂവിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി മികച്ച തിരക്കഥ ഷാഹി കബീർ, നായാട്ട്. ഓക്കെ, നായാട്ടിന് പോയപ്പോഴത്തേക്കും കബീർ ഇരുന്ന് എഴുതിയെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, കാട്ടിലൊക്കെ പോയിരുന്നിട്ട് എഴുതുമല്ലോ. ഓക്കെ, അപ്പോൾ മികച്ച തിരക്കഥ ഷാഹി കബീറാണ്, നായാട്ട്. ഇനി മികച്ച പാരിസ്ഥിതിക ചിത്രം. ഓക്കെ, ഈ ഒരു വേർഡ് ശ്രദ്ധിച്ചോളൂ, പാരിസ്ഥിതിക ചിത്രം. ഈ പാരിസ്ഥിതിക ചിത്രമൊക്കെ ഇതിനു മുമ്പുള്ള അവാർഡ്സിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതും ശ്രദ്ധിച്ചോളൂ. ആവാസ വ്യൂഹം. ഓക്കെ, അപ്പം നമുക്ക് നല്ല പരിസ്ഥിതി ഉണ്ടെങ്കിൽ നമ്മുടെ ആവാസം, നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതിയാണ് അല്ലേ ആവാസം എന്ന് പറയുന്നത്, ആവാസ വ്യൂഹം. ഓക്കെ, അപ്പം നമ്മുടെ ആവാസം നല്ലതാണെങ്കിൽ മികച്ച പരിസ്ഥിതി ഉണ്ടാവണം. ഓക്കെ, നമ്മുടെ വസിക്കുന്ന സ്ഥലം നല്ലതാണെങ്കിൽ, നല്ല സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല. അതേസമയം പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ താമസിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരും അല്ലേ. അപ്പം മികച്ച പാരിസ്ഥിതിക ചിത്രം ഏതാണ്? ആവാസവ്യൂഹം. സംവിധാനം ചെയ്തത് കൃഷാന്ത്. ഓക്കെ, ആവാസവ്യൂഹം സംവിധാനം ചെയ്തത് ആരാടെ? അത് കൃഷാന്താണ്. അപ്പം മികച്ച പാരിസ്ഥിതിക ചിത്രം ഏതാണ്? അത് ആവാസവ്യൂഹം. മികച്ച പരിസ്ഥിതിക്ക് ആവാസം നല്ലതാണ്, ആവാസവ്യൂഹം, കൃഷാന്ത്. എനിക്കറിയാം ഇങ്ങനെയുള്ള കോഴ്സ് പറയുമ്പോഴത്തേക്കും ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല, പക്ഷേ ഈ ഒരു കോഴ്സ് ചിലപ്പോൾ എക്സാം ഹോളിൽ പോകുമ്പോഴത്തേക്കും മികച്ച ആവാസം വേണമെങ്കിൽ പരിസ്ഥിതി വേണമെന്ന് പറഞ്ഞല്ലോ ഇല്ലേ, ആ ഒരു ചിന്ത വന്നിട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു പോയിന്റ് കിട്ടും. ഓക്കെ, മികച്ച ഗാനം ദേവിശ്രീ പ്രസാദ്, പുഷ്പ എന്ന ആ ഒരു മൂവിയിലെ പാട്ടിനാണ്. മറ്റേ ശ്രീവള്ളി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ ഇല്ലേ, വളരെ ഒരുപാട് ട്രോൾസൊക്കെ ഇറങ്ങിയ ഒരു പാട്ടാണ് ഇല്ലേ, ക്രിക്കറ്റേഴ്സൊക്കെ അനുകരിച്ചൊരു സോങ് ആയിരുന്നു ശ്രീവള്ളി ഇല്ലേ, ആ ഒരു സ്റ്റെപ്പൊക്കെ ഇല്ലേ. അപ്പം മികച്ച ഗാനം ദേവിശ്രീ പ്രസാദ്, പുഷ്പ എന്ന ഗാനത്തിന്. ഇനി മികച്ച പശ്ചാത്തല സംഗീതം ആരാണ്? RRR, എം കീരവാണി. ഇദ്ദേഹത്തിൻ്റെ ആ നാട്ടു നാട്ടു എന്ന് പറഞ്ഞൊരു സോങ്ങിന് കീരവാണി എവിടെ ഓസ്കാർ വരെ എത്തിയൊരു സോങ് ആണ് അല്ലേ. അപ്പോൾ RRR, എം കീരവാണിയാണ് മികച്ച പശ്ചാത്തല സംഗീതം. അപ്പം മികച്ച തിരക്കഥ ആരാണ്? ഷാഹി കപൂർ, നായാട്ടാണ്. മികച്ച പാരിസ്ഥിതിക ചിത്രം ആവാസവ്യൂഹം, കൃഷാന്ത്. മികച്ച ഗാനം ആരാടെ? അത് ദേവിശ്രീ പ്രസാദ്, പുഷ്പ. ശ്രീവല്ലി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നല്ലേ, അതില്ല. മികച്ച പശ്ചാത്തല സംഗീതം ആരാണ്? RRR, എം കീരവാണിക്ക്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ് എത്തിയത്? സ്വര പാട്ടീൽ. അപ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ബേസ് ക്യാമ്പിലാണ് എത്തിയത്. ഓക്കെ, അതായത് കൊടുമുടി കടന്ന അല്ലെങ്കിൽ കൊടുമുടി കീഴടക്കുകയൊന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ സമ്മിറ്റിലെത്തിയോ അല്ലെങ്കിൽ ആ ഒരു മുകളിലെത്തിയോ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ ബേസ് ക്യാമ്പിലെത്തുക തന്നെ വളരെ കഠിനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാടെ? അത് സ്വര പാട്ടീൽ. സ്വര പാട്ടീലിന് 9 വയസ്സേ ഉള്ളൂ. ഓക്കെ, സ്വര പാട്ടീലിന് എത്ര വയസ്സേ ഉള്ളൂ? 9 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാടെ? അത് സ്വര പാട്ടീലാണ്. 9 വയസ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ കൊടുമുടിയുടെ ഉയരത്തിലെത്തിയോ? ഇല്ല, ജസ്റ്റ് ബേസ് ക്യാമ്പിലെത്തി. എന്നാൽ 2014 എവറസ്റ്റിൻ്റെ നെറുകയിലെത്തിയ തെലങ്കാനയിൽ നിന്നുള്ള 14 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, അത് മലാവത്ത് പൂർണ്ണ. ഇതുവരെ ബേസ് ക്യാമ്പിലും എത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി ഏതായിരുന്നു? അത് 14 വയസ്സുള്ള മലാവത്ത് പൂർണ്ണയായിരുന്നു. ആ ഒരു റെക്കോർഡാണ് മാറ്റിയിട്ട് സ്വര പാട്ടീലിന് കിട്ടിയത്. ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആ ഒരു ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? സ്വര പാട്ടീലാണ്. എന്നാൽ എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും തെലങ്കാനയിൽ നിന്നുള്ള 14 വയസ്സുള്ള കുട്ടി ഏതാണ്? അത് മലാവത്ത് പൂർണ്ണ. ഇനി യൂറോപ്യൻ യൂണിയൻ 2023 മനുഷ്യാവകാശ പുരസ്കാരം, മരണാനന്തര സഖറോവ് പുരസ്കാരം എന്നാണ് അറിയപ്പെടുന്നത്. 2023 മനുഷ്യാവകാശ പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് നൽകിയ ഒരു വ്യക്തിയാണ് മഹ്സ അമീതി. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ മനുഷ്യാവകാശ പുരസ്കാരം 2023 ലഭിക്കുന്ന ആരാണ്? മഹ്സ അമീതി. എന്തിനാണ് ഇത് ലഭിച്ചത്? മഹ്സ അമീതിക്ക് മാത്രമല്ല, ഹ്യൂമൻ ലൈഫ് ഫ്രീഡം, ഇറാനിലുള്ള ഹ്യൂമൻ ലൈഫ് ഫ്രീഡം എന്ന വനിതാ പ്രസ്ഥാനത്തിനും കൂടി ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമൻ ലൈഫ് ഫ്രീഡം എന്ന വനിതാ പ്രസ്ഥാനത്തിനും കൂടെയാണ്, അതുപോലെ തന്നെ മഹ്സ അമീദിക്കും, ഈ 2 പേർക്ക്, അതായത് മഹ്സ അമീദിക്കും ഈ ഒരു പ്രസ്ഥാനം ഇറാനിലെ ഹ്യൂമൻ ലൈഫ് ഫ്രീഡം, ഇവർക്ക് എന്ത് പുരസ്കാരം ലഭിച്ചിടെ? മരണാനന്തര ബഹുമതിയായിട്ട് മഹ്സ അമീദിക്ക് ലഭിച്ചത് മനുഷ്യാവകാശ പുരസ്കാരം.
യൂറോപ്യൻ യൂണിയന്റെ 2023 മനുഷ്യാവകാശ പുരസ്കാരം. ഈ പുരസ്കാരത്തിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, സഖറോവ് പുരസ്കാരം. ഓക്കെ, മനുഷ്യാവകാശ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു യൂറോപ്യൻ യൂണിയനിലുള്ള ആളായിരുന്നു അല്ലേ സഖറോവ്. അപ്പം സഖറോവ് പുരസ്കാരം എന്ന് അറിയപ്പെടുന്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആളാണ് മഹ്സ അമീദിയും ഇറാനിലെ ഹ്യൂമൻ ലൈഫ് ഫ്രീഡം എന്ന വനിതാ പ്രസ്ഥാനത്തിനും. ഈ രണ്ട് ആൾക്കാർക്കാണ്, അതായത് ഹ്യൂമൻ ലൈഫ് പ്രസ്ഥാനത്തിനും അതേപോലെ തന്നെ മഹ്സ അമീദിക്കും. അപ്പോൾ എന്തിനാണ് മഹ്സ അമീദിക്ക് മരണാനന്തര ബഹുമതിയായിട്ട് ഇത് ലഭിച്ചത്? അവർ ചെയ്ത കാര്യം എന്താണ്? ഇറാനിൽ ശിരോവസ്ത്രം, നമുക്കറിയാം മതപരമായ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ശിരോവസ്ത്രം ധരിക്കണമെന്നുണ്ടല്ലേ. അപ്പോൾ ശിരോവസ്ത്രം ശരിയായിട്ട് ധരിച്ചില്ലെന്ന് ആരോപിച്ച് 2022 സെപ്റ്റംബർ 13 22-കാരിയായിട്ടുള്ള മഹ്സയെ ഇറാന്റെ മതകാര്യ പോലീസ് ഉണ്ട് അല്ലേ, നമ്മുടെ യൂഷ്വൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, അവിടെ മതത്തിന് ബേസ് ചെയ്തിട്ടും പോലീസ് ഉണ്ട്. അങ്ങനെ മഹ്സയെ എന്ത് ചെയ്തു? ഇറാന്റെ മതകാര്യ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ആളുടെ പേരെന്താണ്? മഹ്സ അമീദി. അപ്പോൾ ഇറാനിലുള്ള മതകാര്യ പോലീസ് എന്ത് ചെയ്തടെ? ശിരോവസ്ത്രം ശരിയായി ധരിക്കാത്തതിൻ്റെ പേരിലല്ല, ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ച് 2022 സെപ്റ്റംബർ 13 22-കാരിയായിട്ടുള്ള മഹ്സയെ ഇറാന്റെ മതകാര്യ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനെതിരെ പ്രക്ഷോഭം നടത്തിയ ഒരു സംഘടനയാണ് ഇറാനിലെ ഹ്യൂമൻ ലൈഫ് ഫ്രീഡം എന്ന സംഘടന. ഓക്കെ, അപ്പോൾ ഇത് ലോകം മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുകയും ഇതിനെതിരെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇറാനിൽ വെച്ചിട്ട് ശിരോവസ്ത്രം ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ച് ഇറാന്റെ മതകാര്യ പോലീസിനാൽ കൊല്ലപ്പെട്ട ആളാണ് ആര്? മഹ്സ അമീദിക്ക്. മഹ്സ അമീദിക്ക് ലഭിച്ച പുരസ്കാരം 2023 മനുഷ്യാവകാശം ഇല്ലേ. അപ്പൊ നമ്മൾ മഹ്സ അമീദിക്കാണ് 2023 മനുഷ്യാവകാശ പുരസ്കാരം അഥവാ സഖറോവ് പുരസ്കാരം ലഭിക്കുന്നത്. ഒരുപാട് പ്രക്ഷോഭങ്ങളും ഇതിനെതിരെ ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നെന്നൊക്കെ ലോകം മുഴുവൻ അറിയപ്പെട്ട ഒരു സംഭവം കൂടെയാണ്. അടുത്തത് എത്രയാണ് ഈ ഒരു സഖറോവ് പുരസ്കാരത്തിന്റെ തുക? 1.5 ലക്ഷം യൂറോ ആണ്. ഓക്കെ, 50,000 യൂറോ ആണ് സഖറോവ് അല്ലെങ്കിൽ മനുഷ്യാവകാശ പുരസ്കാരത്തിന്റെ തുക. യൂറോപ്യൻ യൂണിയന്റെ സഖറോവ് പുരസ്കാരത്തിന്റെ തുക എത്രയാണ്? 1.5 ലക്ഷം യൂറോ ആണ്. ഇതറിയപ്പെടുന്നത് മറ്റൊരു പേരാണ് എന്ത്? ഞാൻ പറഞ്ഞു അല്ലേ, സഖറോവ് പുരസ്കാരം. ഇനി അടുത്ത ഒരു പോയിന്റാണ്, ആപ്പിളിന്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ആയത് ആരാണ്? ടാറ്റ ഗ്രൂപ്പ്. ഓക്കെ, നമുക്കറിയാം കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ആപ്പിൾ ഫോണെല്ലാം നമ്മൾ ഇറക്കുമതി ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ടാറ്റ കമ്പനി എന്ത് ചെയ്തു? ടാറ്റ കമ്പനി തന്നെ ഇനി ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മാതാവായി മാറാൻ പോവാണ്. ഇതിനു വേണ്ടിയിട്ട് ടാറ്റ ഒരു കമ്പനി വാങ്ങിച്ചിട്ടുണ്ട്, ഇൻഫോക്കെ മാനുഫാക്ചറിങ്. ഓക്കെ, 140 കോടി രൂപ മുടക്കിയാണ് ഈ ഒരു കമ്പനി വാങ്ങിച്ചിരിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പ് വാങ്ങിച്ചിരിക്കുന്നത് എത്രയാണ്? ഇൻഫോക്കോ മാനുഫാക്ചറിങ് ആണ്. ഇത് എന്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്? തായ്ലൻഡിലെ ഒരു കമ്പനിയാണ് കേട്ടോ, ഇൻഫോക്കോ മാനുഫാക്ചറിങ്. ഈ ആപ്പിൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻഫോക്കോ മാനുഫാക്ചറിങ്. അത് തായ്ലൻഡ് ബേസ്ഡ് ആണ്. ആ കമ്പനിയെ ടാറ്റ ഗ്രൂപ്പ് വാങ്ങിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനി ഏതാണ്? അത് ടാറ്റ ഗ്രൂപ്പാണ്. ഏത് ഗ്രൂപ്പാണ് നിർമ്മിക്കുന്ന ഐഫോൺ? ടാറ്റ ഗ്രൂപ്പാണ്. ടാറ്റ ഗ്രൂപ്പ് എത്ര കോടി? 140 കോടി മുടക്കി ഇൻഫോക്കോ മാനുഫാക്ചറിങ് എന്ന തായ്ലൻഡ് ബേസ്ഡ് കമ്പനിയെ ഇതിനു വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻഫോക്കോ മാനുഫാക്ചറിങ് എന്ന കമ്പനിയും ആപ്പിൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ഏതാണ്? അത് ടാറ്റ ഗ്രൂപ്പാണ്. ഇത്രയും ഓർത്ത് വെച്ചിരിക്കാം. അടുത്തത് നമുക്കറിയാം, എല്ലാ സംസ്ഥാനങ്ങൾക്കും സംസ്ഥാന മത്സ്യം, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇല്ലെങ്കിലും പല സംസ്ഥാനങ്ങൾക്കും ഉണ്ട് അല്ലേ. നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? അത് പേൾ സ്പോട്ടാണ്, കരിമീനാണ് അല്ലേ. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീനാണ്, പേൾ സ്പോട്ട് എന്ന് പറയും അല്ലേ. അപ്പോൾ അതുപോലെ ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗോൽ. ഇതാണ്. ഓക്കെ, ഗോൽ എന്ന മത്സ്യമാണ്. ഗോൽ സംസ്ഥാന മത്സ്യമായിട്ട് ഗുജറാത്ത് പ്രഖ്യാപിച്ചു. ഔഷധഗുണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാന മത്സ്യവും കൂടിയാണ്. ഓക്കെ, ഔഷധഗുണം ഏറ്റവും കൂടുതലുള്ള ഒരു മത്സ്യമാണ് ഈ ഗോൽ എന്ന് പറയപ്പെടുന്നത്. ഈ ഗോൽ മത്സ്യത്തിന് അതുകൊണ്ട് തന്നെ ഔഷധഗുണം കൂടുതലുണ്ട്. ഒരുപാട് വൈറ്റമിൻസും എല്ലാം കൂടുതലുള്ളത് കൊണ്ട് തന്നെ വലിയ വിലയുള്ള ഒരു മത്സ്യവും കൂടിയാണ് എന്ത്? ഗോൽ. ഈ പേര് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഏതാണ്? ഗോലാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര തീരങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. കേരളത്തിലും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര തീരങ്ങളിലാണ് കൂടുതലായിട്ട് ഗോൽ മത്സ്യം കാണപ്പെടുന്നത്. നമ്മൾ മലയാളികൾ ഇതിനെ പറയുന്ന പേരെന്താടേ? പടത്തിക്കോര. ഓക്കെ, ആ ഒരു പേരും അറിഞ്ഞിരിക്കുക. നമ്മൾ പറയുന്ന പേര് പടത്തിക്കോര എന്നാണ്. അപ്പം ഗുജറാത്തിൽ
ഗോൽ സംസ്ഥാന മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചു. ഈ അടുത്ത് പ്രഖ്യാപിക്കപ്പെടുന്ന സംസ്ഥാന മത്സ്യവും മൃഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൃക്ഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കുന്നത് നമ്മുടെ PSCയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത്. ഗോൽ എന്നത് ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചു. അതിന് കാരണം എന്താണ്? മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരങ്ങളിൽ ഒരുപാട് കാണപ്പെടുന്നു. വളരെ വിലയുള്ള ഒരു മത്സ്യമാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. പിന്നെന്താണ്, മലയാളികൾ എന്താണ് ഇതിനെ വിളിക്കുന്നത്? പടത്തിക്കോര എന്ന് വിളിക്കുന്ന ഒരു അപൂർവ മത്സ്യം കൂടിയാണ് ഗോല്. അടുത്തത് MS സ്വാമിനാഥൻ കാർഷികാശ്രയ പുരസ്കാരം 2023 നേടിയത് ആരാടെ? ചെറുവയൽ രാമൻ. പത്മശ്രീയൊക്കെ ലഭിച്ചിട്ടുള്ള ആളാണ് അല്ലേ ചെറുവയൽ രാമൻ. സ്വന്തമായിട്ട് നാട്ടുകൃഷി നടത്തിയതിൻ്റെ പേരിൽ പുരസ്കാരങ്ങൾ ലഭിച്ച ആളാണ് ആര്? ചെറുവയൽ രാമൻ. അപ്പോൾ MS സ്വാമിനാഥൻ കാർഷികാശ്രയ പുരസ്കാരം. എന്താണ് MS സ്വാമിനാഥൻ കാർഷികാശ്രയ പുരസ്കാരം 2023 നേടിയത് ചെറുവയൽ രാമൻ. ചെറുവയൽ രാമൻ ഈ ഒരു പുരസ്കാരം കിട്ടിയതിന് പറയാൻ കാരണമുണ്ട്. ഇതിനു മുമ്പ് ചെറുവയൽ രാമനെ പറ്റി PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. പത്മശ്രീ ലഭിച്ച് വയനാട്ടിലുള്ള കർഷകനാരാണ്? ചെറുവയൽ രാമൻ. ഓക്കെ, അപ്പോൾ ചെറുവയൽ രാമൻ 2023 MS സ്വാമിനാഥൻ കാർഷികാശ്രയ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. MS സ്വാമിനാഥൻ നമുക്കറിയാം ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് അല്ലേ. അപ്പോൾ ആദായ നികുതി വകുപ്പ് കൊച്ചിയിലൊരു പുതിയ ഓഫീസ് ആരംഭിച്ചു അല്ലേ. ആ പുതിയ ഓഫീസിന്റെ പേരെന്താണ്? അത് ആയ്ക്കർ ഭവനാണ്. ഓക്കെ, ഇത് ആദായ നികുതി വകുപ്പ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു പുതിയ ഓഫീസ് കൊച്ചിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരു ഓഫീസിന്റെ അല്ലെങ്കിൽ ഓഫീസ് മന്ദിരത്തിന്റെ പേരെന്താണ്? ആയ്ക്കർ ഭവനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.